നമ്മളെക്കുറിച്ച് ആക്ഷേപങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ഏഷണി, വൈരാഗ്യം, നിങ്ങളുടെ ജോലി മുടക്കുക, കല്യാണം മുടക്കുക, അല്ലേ, നിങ്ങളുടെ താത്തി കിട്ടുക, ഗ്രൂപ്പിസമായിട്ട് നിങ്ങളെ ഒഴിവാക്കുക, ഇങ്ങനെ ഒത്തിരി അഭ്യാസങ്ങൾ കുടുംബങ്ങളിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും സ്കൂളിലും എല്ലായിടത്തും നടക്കും. എല്ലായിടത്തും നടക്കും. സ്കൂളെന്ന് പറയണ്ട, എല്ലാ മനുഷ്യൻ്റെ സമാജങ്ങളിലെല്ലാം ഇത് നടക്കും. അപ്പോൾ നമ്മുടെ നിലപാട് എന്താണ്? നമ്മൾ ഉടനെ അവിടെ വാക്കത്തേക്ക് പിടിക്കാൻ പോവുക? ഇല്ല. നമ്മളെന്ത് ചെയ്യും? സാത്താന് ചെയ്യാനുള്ള ചെയ്യട്ടെ. കാര്യം എന്താ? സാത്താനേക്കാൾ വലിയ ആയുധമാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്താണ്? മനുഷ്യപുത്രൻ, അവനെക്കുറിച്ച് പിതാവിൻ്റെ തിരുമനസ്സിൽ എന്തെഴുതിയിരിക്കുന്നു, സുവിശേഷത്തിൽ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രവചനങ്ങൾ മാത്രമല്ല, സുവിശേഷത്തിൽ ഒരു വിശ്വാസി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്താണ്? ശത്രുക്കളെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവാൻ, ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 6:27. ലൂക്ക 6:27. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പിടിയിട്ടില്ലേ? ഇതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി പ്രതിരോധത്തിൽ വരികയും മറ്റുള്ളവർ നമ്മളെ സൈഡ്ലൈൻ ചെയ്യുകയും ഒഴിവാക്കുകയും നമ്മൾ വട്ടം ചവിട്ടുകയും നമ്മുടെ വളർച്ച മുരടിപ്പിക്കുകയും നമ്മളെക്കുറിച്ച് ദൂഷണങ്ങളെല്ലാം പറഞ്ഞ് പരത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. കാര്യം നിന്നിൽ സാത്താൻ പ്രവശിച്ചുകൊണ്ടാണ് നീ ഇത് ചെയ്യണത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതാണ് സംഭവം. അല്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളെക്കാൾ ഉപരി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യണമെന്നാണ് അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ ഉടമ്പടി, അല്ലേ? അവൻ പറയണ പോലെ ചെയ്യുന്നതാണല്ലോ, ചെയ്തോളാമെന്നാണല്ലോ നമ്മൾ ഉടമ്പടി പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ നാത്തൂനാകാം, ചിലപ്പോൾ ഹെഡ് മാസ്റ്ററാകാം, ചിലപ്പോൾ യൂണിയൻകാരാകാം, ചിലപ്പോൾ അയൽവാസികളാകാം. ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിന് ഒത്തിരിയേറെ ആൻറ്റിവൈറസുകളുണ്ടാവും. ഇപ്പം നമ്മളും അവരെപ്പോലെ ഒരു വൈറസായിരിക്കുന്ന സമയത്ത് നമുക്കത് പ്രശ്നമല്ല. നമ്മളൊരു വിശുദ്ധിയിലേക്കും കർത്താവിൻ്റെ സുവിശേഷവിഹിതമായ ജീവിതത്തിലോട്ട് വരുമ്പോഴായിരിക്കും ഈ സംഭവങ്ങളെല്ലാം പത്തി വിടർത്തി വരണത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഇത് മൗനമായിട്ട് നിന്നുകൊണ്ട് ഇതിനെ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്തോളാൻ പറഞ്ഞു. നമ്മളെന്ത് ചെയ്യും? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നവർ ഈ വിഷയത്തിൽ ഞാൻ എന്ത് നിലപാടെടുക്കണമെന്നാണ് എൻ്റെ കർത്താവ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ ഇവിടെ ഒരു സാക്ഷ്യം വന്ന് സാക്ഷ്യമൊക്കെ എഴുതി വാങ്ങിച്ച് അത് പറയിപ്പിക്കണ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ഇവിടെ സാക്ഷ്യത്തെ പറയിപ്പിക്കുന്നവർ അതിനകത്ത് ഇടപെട്ട് പറഞ്ഞു, ചേച്ചി അത് 20 വർഷമായിട്ട് മക്കളില്ല അവർക്ക്. 20 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അതാണ് വിഷയം. ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഉടനെ മക്കളെ കിട്ടി. അപ്പോൾ നല്ല സാക്ഷ്യമല്ലേ അത്? പക്ഷെ ഇവിടെ പറയിപ്പിച്ചില്ല. അതെന്താ പറയിപ്പിക്കഴിഞ്ഞത്? അത് അവരോട് ചോദിച്ചു, നിങ്ങളിത് IVF എടുത്തിട്ടാണ് ഇത് നടന്നതെന്ന് ചോദിച്ച്. അവ പറഞ്ഞ് ഞങ്ങൾ IUI എടുത്താണെന്ന് പറഞ്ഞ്. അത് സഭാ പഠനങ്ങൾക്ക് വിരുദ്ധമല്ലേ? അതാണ് സംഭവം. സാക്ഷ്യം പറയിപ്പിക്കത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം വചനത്തിൽ എന്ത് പറയണമെന്ന് നോക്കും. രണ്ടാമതാണ് വചനത്തിൽ തന്നെ അതാത് കാര്യങ്ങൾ. എന്തിനാണ് ഈ മാർപ്പാപ്പയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കണത്? അതിനെന്തിനാണ് ഈ സംഘത്തെ വെച്ചിരിക്കുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഒരു കാലങ്ങൾ മാറി മാറി വരുമ്പോൾ പുതിയ ആത്മീയ പ്രതിസന്ധികൾ ഉണരുമ്പോൾ അതിനെക്കുറിച്ച് ഉള്ളൊരു നോട്ട് തന്നിട്ട് നമ്മളെ ഗൈഡ് ചെയ്യണ്ടേ? അവിടെ കയ്യിരിക്കണ വലിയ വടി എന്താണ് ഇരിക്കണത്? ആ വടി കൊണ്ട് ഇങ്ങനെ ആടിൻ്റെ മുമ്പിൽ കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ അടിച്ചടിച്ചാണ് കൊണ്ടുപോകണത്. 10 അടി അപ്പുറത്ത് പിന്നെ കാഴ്ചയില്ല. അതുകൊണ്ട് ഇടയൻ്റെ കയ്യിലൊരു വടി ഉണ്ടാവും. ആ വിടയന്തി അടി കേൾക്കാൻ പറ്റുന്ന കാരണം
പോകേണ്ട ദിക്ക് ഇങ്ങനെ അടിച്ച് കാണിക്കും, റോഡിലായിട്ട് അടിച്ച് കാണിക്കും. അപ്പോൾ ആടെ ആ വഴിക്ക് തിരിച്ചു പോകും. അതിനാണ് ഈ വലിയ മാർപ്പാപ്പയുടെ കയ്യിലൊക്കെ മെത്രാന്മാരുടെ കയ്യിലൊക്കെ ഒരു പടി ഇരിക്കണില്ല. അവരുടെ അതായത് നമ്മൾ വിശ്വാസത്തിന് വ്യതിചലിക്കുന്നു എന്ന് കണ്ടാൽ അവർ നമുക്ക് നോട്ട് തരും ഉടനെ. അതാണ് സഭയുടെ സംവിധാനം എന്ന് പറയണത്. ഓരോരുത്തർക്കും തോന്നിയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അതിന് കർത്താവിൻ്റെ വചനമുണ്ട്, വചനത്തെക്കുറിച്ചുള്ള കൃത്യമായ വ്യാഖ്യാനമുണ്ട്. അതിന് ആ ജീവിത രീതിയിൽ ഒരു പുതിയ കാലം വരുമ്പോൾ, പുതിയ ശാസ്ത്രം, പുതിയ ഓപ്ഷൻസ് വരുമ്പോൾ അത് ദൈവഹിത പ്രകാരമാണോ എന്നുള്ളത് വ്യാഖ്യാനിച്ചിട്ട് കറക്റ്റ് വഴി പറഞ്ഞു തരും. അതിനാണ് ഇടയനെന്ന്